നമ്മുടെ സാഹിത്യം മനസ്സിനെ ഉലക്കുന്നതും മനസ്സിന് നന്മ പകരുന്നതും വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതും ജനങ്ങളെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്നതുമാവണം നമ്മുടെ സാഹിത്യങ്ങൾ. നമുക്ക് വേണ്ടത് മനസ്സിൻ്റെ ഉള്ളിൽ കയറുന്ന, മനസ്സിനെ നന്നാക്കുന്ന സാഹിത്യങ്ങളാണ്. ഇഞ്ചുകളോളം വിശാലതയുള്ള നെഞ്ചകമല്ല, മനുഷ്യന് ഏറ്റവും നല്ല ഗുണങ്ങൾ ആഗ്രഹിക്കുന്ന നെഞ്ചകമാണ് നമുക്ക് വേണ്ടത്. അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതും ശ്രദ്ധ നാം തിരിക്കുന്നതും. ഈ മഹത്തായ നമ്മുടെ സാംസ്കാരിക സമ്മേളനം സാഹിത്യോത്സവിൻ്റെ ഒരു തുടക്കം എന്ന നിലക്ക് സാഹിത്യോത്സവിൻ്റെ വിഷയങ്ങളും അതിൽ വന്നത് ഈ രൂപത്തിലാണ്. നാളെ ഇൻഷാ അല്ലാഹ് ജില്ലയിലെ 2000-ലധികം വരുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ 11 വേദികളിലായി നാളെ പ്രകടിപ്പിക്കപ്പെടുകയും ഓരോ ജില്ലയിലെ 9 ഡിവിഷനുകളിൽ നിന്ന് കയറി വന്നവർ ഇനിയങ്ങോട്ട് സ്റ്റേറ്റ് പരിപാടി മണ്ണാർക്കാട്, പാലക്കാട് വെച്ച് നടക്കുന്നു. അതിനപ്പുറം നാഷണൽ പരിപാടി ഈ വർഷം നടക്കുന്നത് UP-യിൽ വെച്ചാണ്. കഴിഞ്ഞ വർഷം അത് ഗോവയിലായിരുന്നു. SSFൻ്റെ ഇത്രയും വിശാലമായ സാഹിത്യ ലോകം, ചിന്താലോകം ഇനിയും നമുക്കത് വിശാലമാക്കേണ്ടതുണ്ട്. പണ്ട് വായിച്ചത് ഓർക്കുന്നു, ഒരെഴുത്തുകാരനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവം മാറ്റി അദ്ദേഹത്തിൻ്റെ ചെവിയും അറുത്തു മാറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ള നാവ് ബാക്കി വെച്ചല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹം തുടരുന്നുണ്ട് കഥയിൽ, നിങ്ങൾ എൻ്റെ നാവ് മുറിച്ചാലും ചിന്തിക്കാനുള്ള എൻ്റെ ബ്രെയിൻ അതിവിടെ ബാക്കിയുണ്ടാകുമല്ലോ എന്നും അദ്ദേഹം കുറിക്കുന്നത് പണ്ടെപ്പോഴോ വായിച്ചത് ഓർമ്മയിലുണ്ട്. നമ്മുടെ ചിന്ത എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ആവണം. നമ്മുടെ ശ്രദ്ധ ജനങ്ങളിലേക്ക് തിരിയണം. നാം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ ചിന്തയെ മരവിപ്പിക്കുന്ന വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലാതെ നാം ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം. വിശുദ്ധ ഖുർആൻ, ഏറ്റവും നല്ല സാഹിത്യത്തിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ അതാണ് പറയുന്നത്, വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർദ്. ഇവിടെ ബലഹീനരായ, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അവരെ ഉത്തുന്നതിയിലേക്ക് എത്തിക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഖുർആൻ പറയുന്നു. നിർത്തിയില്ല, വനജഅലഹും അഇമ്മതൻ, അവരെ ഈ ലോകത്തെ ലീഡറാക്കുകയാണ് ലക്ഷ്യമെന്ന് സാഹിത്യം കൂടി ലക്ഷ്യം വെക്കുന്ന ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ആ ആശയമാണ് എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടാവേണ്ടത്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ നാം ഇവിടെ യഥാർത്ഥ വഴിയിലേക്ക്, കൃത്യമായ വഴിയിലേക്ക് കൊണ്ടുവരണം. ഇവിടെ നമ്മുടെ ദേശത്തിൻ്റെ വിഷയത്തിൽ, ഭാഷയുടെ വിഷയത്തിൽ, വർഗത്തിൻ്റെ വിഷയത്തിൽ, വർണ്ണത്തിൻ്റെ വിഷയത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെയുള്ള പാവപ്പെട്ടവർ ചിലപ്പോൾ കാണാം ഏതെങ്കിലും ചില വീടുകളുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അവർ ചിലപ്പോൾ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ആവണമെന്നില്ല, ക്ഷണിക്കപ്പെടാതെ പോകാൻ വിധിക്കപ്പെട്ടവരായിരിക്കും. ക്ഷണിക്കുന്നവർക്ക്, ഉന്നത ജാതിയിലുള്ളവർക്ക് അതൊരു വലിയൊരു മോശമായി കാണുന്ന ഒരവസ്ഥ ഇന്നും ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് എനിക്ക് തന്നെ അറിയാം, ഈ നാട്ടുകാരനായതുകൊണ്ട്. ഇന്നും അതുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു. ഇന്നത്തെ തീം വരാന്ത എന്നത്, അതും ഇൻഷാ അല്ലാഹ് ചർച്ചയിൽ ഇവിടെ വരികയാണ്. ജനാധിപത്യത്തിൻ്റെ പുനരാഖ്യാനം, അകത്താര് പുറത്താര് എന്ന ചർച്ച. നമ്മളിപ്പോൾ വരാന്തയിലാണോ? ഈ വരാന്തയിൽ നിൽക്കുന്ന നമുക്ക് അകത്ത് കയറാനായിട്ടില്ലേ? ഇവിടെയുള്ള ഒരുപാട് നമ്മുടെ വികസന വിഷയങ്ങൾ, വിദ്യാഭ്യാസ വിഷയങ്ങൾ ഒക്കെ നമ്മളതിൻ്റെ പിന്നാക്കം നിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഏറ്റവും വലിയ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തുകൊണ്ട് അതിലേക്ക് സാക്ഷാത്കരിക്കപ്പെടാതെ പോകുന്നു? അതുപോലെ ഇന്നും നമുക്ക് കാണാം ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ പറ്റാതെ
വട്ടിമടയുന്ന ഒരു ജനങ്ങളെ ഇപ്പോഴും കാണാൻ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. അതുപോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവരൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഈ രാജ്യത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരാൾ, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം ആസ്വദിക്കുന്ന ഏറ്റവും നല്ലൊരു കാഴ്ച നമുക്കെല്ലാവർക്കും കാണുമ്പോഴേ ഇന്ത്യ രാജ്യം അതിൻ്റെ മഹോന്നതിയിൽ നിന്നും അതിൻ്റെ ഉത്തുംഗതിയിലേക്ക് എത്തുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡ് നിയോജക മണ്ഡലം MLA, നമ്മുടെ സ്ഥലം MLA ബഹുമാനപ്പെട്ട എന്നെ നെല്ലിക്കുന്ന് MLA സാർ അവറുകളാണ്. വളരെ ആദരവോടുകൂടെ അദ്ദേഹത്തെ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ബദിയടുക്കയിലെ കാസർഗോഡ് ജില്ലയിലെ കേരള സ്റ്റേറ്റിലെ നേതൃത്വമായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ഉപാധ്യക്ഷൻ SSF എന്ന സ്റ്റുഡൻസ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നമ്മുടെ നാട്ടിലേക്ക് പഴയ കാലത്തന്നങ്ങോ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട BS ഉസ്താദാണ് നമുക്ക് ഇവിടെ അധ്യക്ഷത വഹിക്കാനുള്ളത്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സന്ദേശ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് സഖാഫി മുത്തേടം, നമ്മോട് സംവദിക്കുന്ന നമ്മുടെ ഉദുമ മണ്ഡലം MLA ബഹുമാനപ്പെട്ട CH കുഞ്ഞമ്പൂ സാർ, മഞ്ചേശ്വരം മണ്ഡലം MLA ബഹുമാനപ്പെട്ട AKM അഷ്റഫ് സാർ, അതുപോലെ ഇവിടെ ബദിയടുക്കയിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ഇടപെടുന്ന ബഹുമാനപ്പെട്ട മാഹിൻ കേളോട്ട്, അതുപോലെ ബഹുമാനപ്പെട്ട ശ്രീകാന്ത് MS, അൻവർ ഓസോൺ, താഹ ബക്കവി ഇടുക്കി, പ്രസാദ് ബദിയടുക്ക, ബാലകൃഷ്ണ ഷെട്ടി, അതുപോലെ ഇവിടെ പ്രത്യേകമായും നമ്മുടെ സെൻറ്റ് മേരീസ് ചർച്ച് ബദിയടുക്കയിലെ വികാരി ബഹുമാനപ്പെട്ട ഫാദർ ചാക്കോ കുടിപ്പറമ്പിൽ അടക്കം VM രാജു മാർത്തോമാ കാടമന അടക്കമുള്ള നേതാക്കൾ, വ്യത്യസ്ത മതങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ബിസിനസ്സുകാരായ ആളുകൾ ഇവിടെയുണ്ട്. രാജ്യത്തിന് നന്മ ചെയ്യുന്ന ഇവിടെയുള്ള സാന്ത്വന സേവന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവർ നമ്മുടെ ഈ മഹത്തായ വേദിയിലെത്തിയിട്ടുണ്ട്. ഷെരീഫ് പാലക്കാർ സ്റ്റേറ്റ് KSABയുടെ സെക്രട്ടറിയാണ്. നമ്മുടെ അതിൻ്റെ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഹമീദ് പുസോളികെ കുമ്മടാജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, അഷ്റഫ് മുനിയൂർ GHS പെരഡാലിയുടെ PTA പ്രസിഡൻറ്റ്, ബഹുമാനപ്പെട്ട ആലി തുപ്പക്കൽ, ഉബൈസ് വാസാട, ഫാറൂഖ് കുമ്പടാജ, അബ്ദുള്ള വീട്ടി, ഇബ്രാഹിം ദാരിമി ഉസ്താദ് ഗുഡാജെ അടക്കം ഈ പറയപ്പെട്ടവർക്ക് ഒരുപാട് ടൈറ്റിലുകൾ പറയാനും അറിയിക്കാനുമുണ്ട്. കൂടുതൽ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഇനിയും ചില പേരുകൾ ഇവിടെ കടന്നു വരാനുണ്ട്. എല്ലാവരെയും സന്തോഷത്തോടെ ഈ മഹത്തായ വേദിയിൽ ഇരിക്കുന്നതിന്, അതുപോലെ ശ്രവിക്കുന്നതിന്, സംവദിക്കുന്നതിന് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.